Good morning, students. നമുക്ക് ഇന്റഗ്രേഷനിലെ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ 1 by 1 plus 4 square x into sin square x dx is equal to. ഇത് 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് 1 by ഡിനോമിനേറ്ററിലെ 1 plus 4 square x into sin square x ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഉള്ളൂ 1 by 1 plus 4 square x. 1 plus 4 square x നെ നമുക്കൊരു ഫോർമുലയുണ്ട്, ട്രിഗണോമെട്രിക്കൽ ഫോർമുല. എന്താണ് 1 plus 4 square x എന്ന് പറഞ്ഞാൽ? cosec square x into sin square x. അപ്പൊ cosec square x into sin square x എന്ന് പറഞ്ഞാൽ എന്താണ്? cosec square x എന്ന് പറഞ്ഞാൽ 1 by sin square x ആണ്. അപ്പൊ sin square x ഉം sin square x ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ dx. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x പ്ലസ്. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ആൻസർ ഏതാണ്? എക്സ് പ്ലസ് സി എന്നാണ് ആൻസർ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഈ 1 plus 4 square x ന് പകരം ഒരു ട്രിഗണോമെട്രിക്കൽ ഫോർമുല അപ്ലൈ ചെയ്തു. ആ ഫോർമുല ഏതാണ്? cosec square x ആണ്. cosec square x into sin square x എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇന്റഗ്രൽ dx എന്ന് വരും. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് സി. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. Second problem. Integral 4x raised to 9 by x raised to 10 minus 10 dx is equal to. Option A 1 by 5 log x raised to 10 minus 10 plus C. B 2 by 5 log x raised to 10 minus 10 plus C. C, option C 1 by 10 log mod x raised to 10 minus 10 plus C. Option B minus 2 by 5 log x raised to 10 minus 10 plus C. So the option D, E. Yeah, minus 1 by 10 log modulus of x raised to 10 minus 10 plus. That's the question. ഇവിടെ നമുക്ക് 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 4 into x raised to 9 by x raised to 10 minus 10 dx is equal to. First option 1 by 5 log modulus of x raised to 10 minus 10 plus C. Second option 2 by 5 log modulus of x raised to 10 minus 10 plus C. മൂന്നാമത്തെ option 1 by 10 log modulus of x raised to 10 minus 10 plus C. And D minus 2 by 5 log modulus of x raised to 10 minus 10 plus C. E minus 1 by 10 log modulus of x raised to 10 minus 10 C. ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാം. ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് അതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ 4x raised to 9 by x raised to 10 minus 10 x എന്നുള്ള വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലായിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത് x raised to 10 minus 10 പകരം ഞാൻ t എന്നെടുക്കും. x raised to 10 minus 10 പകരം t എന്നെടുക്കുന്നു. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വരും 10 into x raised to 9 dx is equal to dt. അപ്പോ x raised to 9 dx എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 10 dt. x raised to 9 dx എന്നത് 1 by 10 dt. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ 4 നമുക്ക് പുറത്തേക്ക് എഴുതുന്നു. x raised to 9 dx ന് പകരം ഞാൻ എഴുതാൻ പോകുന്നത് 1 by 10 dt divided by x raised to 10 minus 10 ന് പകരം എഴുതുന്നു t എന്ന്. അപ്പൊ നമുക്ക് 4 by 10 പുറത്തേക്ക് ഇട്ടു. ഇന്റഗ്രൽ 1 by t dt എന്ന് വരും. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4 by 10 നമുക്ക് എങ്ങനെ എഴുതാം? 2 by 5 എഴുതാം. 4 by 10 എന്നുള്ളത് 2 by 5 ആവും. ലോഗ് മോഡുലസ് ഓഫ് t എന്ന് വരും. ദാറ്റ് ഈസ് 2 by 5 ലോഗ് t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? x raised to 10 minus 10 ആയിരുന്നു. ലോഗ് x raised to 10 minus 10 plus c. ഇതിന്റെ ആൻസർ ഏതാണ്? 2 by 5 log x raised to modulus of x raised to 10 minus 10 plus 8. Option B is the correct answer. Option B ആണ് ഇതിന്റെ correct answer.
ഇവിടെ നമ്മൾ ഉപയോഗിച്ചെടുത്തേണ്ടത് അതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? x⁻10 - 10 പകരം എന്ത് കൊടുത്തു? t എന്ന് കൊടുത്തു. x⁻10 - 10 പകരം t എന്ന് കൊടുത്തപ്പോ x⁻9 dx എന്തായിട്ട് മാറി? 1/10 dt ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനില് x⁻9 dx പകരം 1/10 dt കൊടുത്തു. ഈ x⁻10 - 10 പകരം t കൊടുത്തു. അപ്പൊ t ഷിഫ്റ്റഡ് ആയപ്പോ അതിന് ഇന്റഗ്രേഷൻ ചെയ്യാൻ പാകത്തിന് എളുപ്പമായിട്ട് കിട്ടി. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/t യുടെ ഇന്റഗ്രേഷൻ എന്താണ്? log t ആണ്. അപ്പോൾ log modulus of t, that is 2/5 log modulus of x⁻10 - 10 plus c. Option B is the correct answer. ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The value of integral 0 to √3 6 divided by 9 plus x square dx. 6 by 9 plus x square dx is equal to, the options are done. A 5/3, B 5/6, C 5/4, D 2/3 plus E. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the value integral 0 to √3 6 by 9 plus x square dx is equal to. Options 5/3, 5/6, 5/4, 2/3, 1. അങ്ങനെ 5 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 0 to √3 6 by 9 plus x square ആണ്. ഇവിടെ ഈ ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം. ഇന്റഗ്രൽ 1 by a square plus x square dx. 1 by a square plus x square dx ഇത് സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്, ഇന്റഗ്രേഷൻ ഫോർമുലയാണ്. ആ ഫോർമുല എന്താണ് പറയുന്നത്? 1 by a tan inverse x by a. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. a tan inverse x by a. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഇന്റഗ്രൽ ഇവിടെ 6 നമ്മൾ പുറത്തേക്ക് ഇട്ടു. 1 by 9 plus x square dx. ഇതിനെ 0 to √3. That is 6 into integral. ഇവിടെ എഴുതാം. ഈ ഫോർമുലയ്ക്ക് എഴുതുമ്പോൾ ഇന്റഗ്രൽ 0 to √3 1 by 9 വരുന്ന എഴുതാം 3 square plus x square dx. അപ്പൊ ഈ ഫോർമുലോട്ട് വന്നു. a square plus x square ഫോർമുലോട്ട് വന്നു. അപ്പൊ 6 into, അപ്പോ ഇന്റഗ്രൽ 1 by a square plus x square എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by a tan inverse x by a ആണ്. ഇവിടെ എന്ത് വരും? 1/3 tan inverse x by. ഇതാണ് ഇന്റഗ്രേഷൻ കിട്ടുന്ന റിസൾട്ട്. ഇവിടെ എത്രയാണ്? 0 to 3. ഈ 6ഉം 3 നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പൊ 2 കിട്ടി. അപ്പൊ നമുക്ക് tan inverse x/3 0 to നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 into tan inverse √3/√3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3/√3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന tan inverse 1/√3. 1/√3 എന്ന് വരും. tan inverse 0 എന്താണ്? 0. 2 tan inverse 1/√3. 2 tan inverse 1/√3 എത്രയെന്ന് അറിയണമെങ്കിൽ tan 30 ഡിഗ്രി എത്രയാണ്? sin 30 by cos 30 എന്നാണ്. sin 30 എത്രയാണ്? 1/2. cos 30 എത്രയാണ്? √3/2. അപ്പൊ കണ്ട tan 30 1/√3 ആകുമ്പോൾ tan inverse 1/√3 എത്രയാണ്? 30 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/6 ആണ്. 2 into 5/6. അപ്പൊ നമുക്ക് ഈ 2 6 വെട്ടിക്കഴിയുമ്പോൾ 5/3. 5/3 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? ഇന്റഗ്രൽ 1 by a square plus x square dx എന്ന് പറഞ്ഞാൽ 1 by a tan inverse x by a. ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തത്. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 5/3. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.